മഞ്ഞൾ പലരും ആൻറ്റിബയോട്ടിക്കാണ് എന്ന് പറയാറുണ്ട്. അതായത് നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ് മഞ്ഞൾ, അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക്കാണ് മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും അത് കേട്ട് കാണും. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ മുഖത്ത് മഞ്ഞൾ തേക്കുന്നത് കാണും. മഞ്ഞൾ തേക്കുമ്പോഴത്തേക്കും മുഖത്തുള്ള മുഖക്കുരുവോ അല്ലെങ്കിൽ ആക്നെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഹീലാവും. കാര്യം ഇത് ആൻറ്റിബയോട്ടിക്കാണ് അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക്കാണ്, അത് പഴുക്കില്ല എന്നൊക്കെ ഉള്ള. അതുകൊണ്ടാണ് അവർ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. ആയുർവേദത്തിലും മഞ്ഞൾ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഔഷധമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ആൻറ്റിബയോട്ടിക് ആണെന്ന് ഇന്നും മോഡേൺ ആയിട്ടുള്ള ആളുകൾ പോലും, അല്ലെങ്കിൽ മോഡേൺ ചിന്താഗതിയോടൊക്കെ യോജിച്ച് നിൽക്കുന്നവർ പോലും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആണെന്ന് നമ്മൾ തോന്നുന്ന ആളുകൾ വരെ പറയുന്നൊരു കാര്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് ആണ് എന്നുള്ളത്. മഞ്ഞളിനകത്ത് പലപ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുന്ന പഠനങ്ങളെന്ന് പറയുന്നത് മഞ്ഞളിനകത്ത് തന്നെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്, അല്ലെങ്കിൽ ഏത് മോളിക്യൂളാണോ വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതിന് കൂടെ വേറെ പല മോളിക്യൂളുകൾ കാണും, പക്ഷേ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ ഒരു മോളിക്യൂളായിരിക്കും. അതിന് കർക്കമിൻ അല്ലെങ്കിൽ കുർക്കുമിൻ എന്നാണ് പറയാറ്. അപ്പോൾ ഈ കുർക്കുമിൻ എന്ന് പറയുന്നത് മഞ്ഞളിനകത്തുള്ള ഒരു പോളിഫിനോളാണ്. ഇതാണ് ഈ മഞ്ഞളിൻ്റേതായ ഗുണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ധാരാളം പഠനങ്ങൾ മഞ്ഞളിനകത്ത് നടത്തിയിട്ടുണ്ട്. ആക്ച്വലി ധാരാളം എന്ന് പറഞ്ഞാൽ പോലെ ഒരുപാട് പേര് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മഞ്ഞളെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പഠനങ്ങളിനകത്തും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ഞളിന് ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾക്കെതിരായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയാണ്. എന്ത് തരം പഠനങ്ങളാണ് ഈ പറഞ്ഞ പഠനങ്ങളെല്ലാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം ഇൻ വിട്രോ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. അതായത് പലപ്പോഴും ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോ അല്ലെങ്കിൽ ഒരു പെട്രി ഡിഷിനകത്തോ ഏതെങ്കിലുമൊക്കെ മൈക്രോബ്സിനെ വെച്ചതിന് ശേഷം കർക്കമിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഈ ആൻറ്റി മൈക്രോബിയലായിട്ടുള്ള മോളിക്യൂളിനെ അതിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ എണ്ണത്തിലോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലോ ഒക്കെ ഗണ്യമായിട്ടുള്ള കുറവ് വരുന്നതായിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു പഠനം പുറത്തിറങ്ങും. ആ പഠനങ്ങളെല്ലാം ശരിയുമാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് തന്നെ മഞ്ഞളിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബയോ അവൈലബിലിറ്റിയുടെ കുറവ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ മരുന്നിന് എപ്പോഴും ഒരു ഡോസ് ഉണ്ടാവും. ആ ഡോസ് എന്ന് പറയുന്നത് ആ മൈക്രോബിനെ കൊല്ലാൻ പാകത്തിനുള്ളതായിരിക്കണം. പാകത്തിലല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവി വീണ്ടും കൂടുതൽ റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്യും. അതെന്താണെന്നുള്ളത് നമുക്ക് അതിനകത്തോട്ട് വരാം. പക്ഷേ അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, മഞ്ഞൾ എന്ന് പറയുന്ന സാധനം ബയോ അവൈലബിലിറ്റിയുടെ കുറവ് കൊണ്ടാണ് പലപ്പോഴും മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. പലരും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ അടുക്കള തന്നെ പണ്ട് ഒരു മരുന്ന് ശാലയായിരുന്നു. അവിയലോ സാമ്പാറോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്തൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കാരണമാണ് പണ്ടുള്ള ആളുകൾക്ക് അസുഖം വരാത്തതെന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ ഒരു ചിന്താഗതിക്കകത്തുള്ള പ്രശ്നം എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന ആധുനിക വൈദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് പെൻസിലിൻ. പെൻസിലിൻ എന്ന് പറയുന്നത് ഒരു ഫംഗസിൽ നിന്ന് എടുത്താണെന്നുള്ളത് അറിയാം. ആ ഫംഗസിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ബാക്ടീരിയക്കെതിരെ പൊരുതാനായി അത് കണ്ടെത്തിയിട്ടുള്ള ഒരു രാസായുധം, അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടുള്ള എവല്യൂഷൻ ഉണ്ടാക്കി കൊടുത്ത ഒരു രാസായുധമായിരുന്നു ഈ പെൻസിലിൻ എന്ന് പറയുന്നത്. ആ പെൻസിലിൻ ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഫംഗസ് ഉള്ള സ്ഥലത്ത് ബാക്ടീരിയയുടെ കോളനികൾ വലുതാവുന്നില്ല എന്ന് കണ്ടതോടുകൂടി ആ പെൻസിലിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ വേർതിരിച്ചെടുത്തു. കാര്യം ബാക്കി ഫംഗസിൻ്റെ ചപ്പും ചവറും നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല. ആ പെൻസിലിനെ മാത്രം ഐസൊലേറ്റ് ചെയ്തെടുത്ത് അതിന് കൃത്യമായൊരു ഡോസ് നിശ്ചയിച്ചതിന് ശേഷം മരുന്നായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ രീതി ആദ്യത്തെ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന പെൻസിലിൻ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, കാലം ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ചിട്ട് ഈ പെൻസിലിൻ മരുന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ഈ ബാക്ടീരിയ അതിന് റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ മരുന്നിനെ അതിജീവിക്കാൻ അത് പഠിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കണ്ടത്. ഇത് പഠിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പരിണാമം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. അതായത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അത് പഠിക്കുന്നതല്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വിശദമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഗാ പ്ലേറ്റ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ട് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. അതായത് ഇതിനകത്തുള്ള പലരും പരിണാമം ഡിനൈ ചെയ്യുന്ന ആളുകളുമാണ്, എന്നാൽ ബാക്ടീരിയൽ റെസിസ്റ്റൻസിനെ പറ്റി വാദിക്കുന്നവരുമാണ്. അതാണ് അതിനകത്തുള്ള ഒരു രസം. ഈ എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ 2 അടി വീതിയും 4 അടി നീളമുള്ള ഒരു വലിയ പെട്രി ഡിഷ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിനകത്തേക്ക് ആൻറ്റിബയോട്ടിക് പുരട്ടുന്നു. അതിൻ്റെ 1000 മടങ്ങ് ശക്തിയുള്ള ആൻറ്റിബയോട്ടിക് ആയിരിക്കും ഈ പ്ലേറ്റിൻ്റെ സെൻറ്ററിലുള്ളത്.
ഏറ്റവും താഴേക്ക് വരുന്നതിനനുസരിച്ച് ഒരു ഗ്രേഡിയൻ്റാണ് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കുറഞ്ഞു വരും. ഏറ്റവും അറ്റത്ത് ഒട്ടും ആൻറ്റിബയോട്ടിക് കാണില്ല, നടുക്ക് ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് ഉള്ള സ്ഥലം. ഇങ്ങനെയാണ് ആ പ്ലേറ്റിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ കോളൈ ബാക്ടീരിയയെ നമ്മൾ ഒരു സൈഡിൽ വയ്ക്കുകയാണെങ്കിൽ കാണുന്നൊരു കാര്യം, ഈ ആൻറ്റിബയോട്ടിക് ഉള്ള സ്ഥലത്തേക്ക് അത് ഈ കോളൈ പടരുന്നില്ല. പക്ഷേ കുറേ സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ എഡ്ജിനകത്തുള്ള ബാക്ടീരിയയുടെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് ക്രമേണ മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഒരു സെലക്ഷൻ പ്രഷർ വന്നു കഴിയുമ്പോൾ ആ ബാക്ടീരിയയിൽ അതിജീവിക്കുകയും ആ ആൻറ്റിബയോട്ടിക് ഉള്ള ഏരിയയിലേക്ക് അത് കയറുകയും ചെയ്യുന്നു. അപ്പോൾ ആ ബോർഡറിലുള്ള ബാക്ടീരിയയ്ക്ക് അത് അങ്ങോട്ട് കയറി അവിടെ വളരാനുള്ള അത്രയും അതിജീവന സാധ്യത വന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ കയറി സമയത്ത് കഴിയും തോറും ആ സെൻറ്ററിലേക്ക് വരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് ഈ ജീവികൾ കൂടി അതിജീവന സാധ്യത കൂടി. അപ്പോൾ സെലക്ഷൻ പ്രഷറാണ് അവിടെ ഈ എവല്യൂഷനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ. എവല്യൂഷൻ്റെ കണ്ണി കുത്തുന്ന ഒരു തെളിവും കൂടിയാണിത്. ഇനി നമ്മൾ എന്ത് തിരിച്ച് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടുപിടിച്ച പെൻസിലിന് റെസിസ്റ്റൻസ് ആയി. ഇപ്പോൾ തന്നെ പറയുന്നില്ലേ, ഈ വെറ്റിനറി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് മനുഷ്യരിനകത്തും പ്രശ്നങ്ങളുണ്ടാക്കും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഏറ്റവും കൂടുതൽ വെറ്റിനറിയിലാണ് ആൻറ്റിബയോട്ടിക്സുകളുടെ യൂസ് വളരെയധികം കൂടുന്നത് കാരണം ഉണ്ടാകും പ്രശ്നം. കോഴിക്ക് ആൻറ്റിബയോട്ടിക് കുത്തിവയ്ക്കുന്നു അല്ലെങ്കിൽ തുള്ളി മരുന്നായിട്ട് ആൻറ്റിബയോട്ടിക് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു. അവിടെയൊക്കെ വരുന്ന പ്രശ്നം എന്താണ്, ഈ മൈക്രോബ്സ് റെസിസ്റ്റൻ്റ് ആവും എന്നുള്ള പേടിയാണ് എല്ലാവർക്കും ഉള്ളത്. അല്ലാതെ ആൻറ്റിബയോട്ടിക്സ് കോഴിക്ക് കൊടുത്ത് കോഴിയെ രക്ഷിക്കുന്നതിലല്ല പ്രശ്നം. അപ്പോൾ പെൻസിലിനായിരുന്നാലും അതുപോലെ തന്നെ പല വാങ്കോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ ഇതുപോലെയുള്ള പല കാര്യം, ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന്, മഞ്ഞൾ പോലെ തന്നെ നാച്ചുറലായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ്. ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കെല്ലാം ഇന്ന് മൈക്രോബ്സ് റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഇനി ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. 2015 ഫിസിയോളജിയിൽ അല്ലെങ്കിൽ മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയ ആളാണ് തു യു എന്ന് പറഞ്ഞ ചൈനീസ് മെഡിസിനകത്ത്. ചൈനീസ് മെഡിസിനിൽ നിന്ന് മലേറിയയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മരുന്ന് ട്രഡീഷണൽ അവരുടെ ചൈനീസ് വൈദ്യത്തിൽ നിന്ന് കണ്ടെത്തി ആ മോളിക്യൂളിനെ ഐസൊലേറ്റ് ചെയ്തു. ആർട്ടിമിസിനിൻ എന്നാണ് ആ മോളിക്യൂളിൻ്റെ പേര്. ഈ ആർട്ടിമിസിനെ നോബൽ സമ്മാനം കിട്ടിയത് മലേറിയക്കെതിരെ അതിൻ്റെ ആളുകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ ഒരുപാട് കുറയുന്നു, മലേറിയക്കെതിരെ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് എന്നുള്ള രീതിയിലാണ് 2015 തുയുവിന് നോബൽ സമ്മാനം കിട്ടുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഒരു സംഗതി ഇറക്കി. അതായത് ഇത് നാച്ചുറലായിട്ട് എത്രയോ കാലം കൊണ്ട് ഈ മലേറിയയുടെ പാരസൈറ്റുമായിട്ട് ഈ മോളിക്യൂൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാച്ചുറലായിട്ട് ആ ചെടിയിൽ നിന്ന് തന്നെ നാച്ചുറലായിട്ട് തന്നെ അതിന് റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്നേ ഉള്ളൂ. നമ്മൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഈ എവല്യൂഷണറി ആംസ് റേസ് എന്നാണ് അതിന് പറയുന്നത്. ഈ പറഞ്ഞ റെസിസ്റ്റൻസ് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ച സാധനത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ കണ്ടത് അത് മാത്രം ഒറ്റയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം ഓൾറെഡി ഈ മൈക്രോബ് അതിനെതിരെ റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊറ്റയ്ക്ക് ഇനി യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ വേറെ മരുന്നുകളും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം എടുക്കേണ്ടി വന്നു. അതിൻ്റെ കാര്യം എന്താണ്, നാച്ചുറലാണ്. ആർട്ടിമിസിനിൻ വളരെ വലിയൊരു കണ്ടെത്തലാണ്. പക്ഷേ അത് നമുക്ക് ദീർഘകാലം ഒരു ആൻറ്റിബയോട്ടിക് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പലപ്പോഴും കേൾക്കാറില്ലേ. പുതിയ ആൻറ്റിബയോട്ടിക് കണ്ടെത്തി, പഴയതിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? അല്ല, പഴയ മരുന്നുകളോട് ഈ മൈക്രോബ്സ് റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റായിട്ട് കെമിക്കൽ റിസർച്ചുകൾ അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ കോൺസ്റ്റൻ്റായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കണം, പുതിയ മോളിക്യൂളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. കാര്യം ബാക്ടീരിയ സ്മാർട്ടാണ്, അവർ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുതിയ മോളിക്യൂളുകൾ നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നു. ഇനി തിരിച്ച് നമ്മുടെ പോയിന്റിലേക്ക് വരാം. മഞ്ഞൾ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനി അഥവാ മഞ്ഞൾ ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കരുത് എന്നാണ് അതിനകത്ത് പറയാനുള്ളത്. കാര്യം എല്ലാ ദിവസവും ഒരു ആൻറ്റി മൈക്രോബിയലായിട്ടുള്ള സാധനം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സെലക്ഷൻ പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി എന്ത് സംഭവിക്കും, ആ മൈക്രോബ്സ് എല്ലാം അതിന് റെസിസ്റ്റൻ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് 5000 വർഷമായിട്ട് മഞ്ഞൾ മരുന്നായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിനകത്തുള്ളൊരു പ്രശ്നം, ഈ 5000 വർഷം കൊണ്ടുള്ള നിത്യോപയോഗം കൊണ്ട് തന്നെ ഈ പറഞ്ഞ മൈക്രോബ്സ് എല്ലാം അതിനെതിരെ റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് കുർക്കുമിനുള്ളത് പെട്രി ഡിഷിൽ മാത്രമാണ്, അത് വേറെ കാര്യം. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൈക്രോബ്സൊക്കെ റെസിസ്റ്റൻസ് ഗെയിൻ ചെയ്ത് കാണും. അതുകൊണ്ട് മഞ്ഞൾ ആൻറ്റിബയോട്ടിക് ആണ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത്, അതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മരുന്നുകളും നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ളതാണ്. പെൻസിലിനായിക്കോട്ടെ, സ്ട്രെപ്റ്റോമൈസിനായിക്കോട്ടെ, ഏത് സാധനമായിരുന്നാലും, ആർട്ടിമിസിൻ തന്നെ ആയിക്കോട്ടെ,
ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. നാച്ചുറലായിട്ടുള്ള സോഴ്സിൽ നിന്നാണെങ്കിലും അൺനാച്ചുറലായിട്ടുള്ള സോഴ്സിൽ നിന്നാണെങ്കിലും സിന്തറ്റിക് ആയിട്ടുള്ള സോഴ്സ് ആണെങ്കിലും, ഇനി അഥവാ ഏതെങ്കിലും ഒരു സന്യാസി കാട്ടിനകത്തുനിന്ന് കണ്ടെത്തിയതാണെങ്കിലും, ഏത് തരത്തിൽ വന്നതാണെങ്കിലും ബാക്ടീരിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം, അതിനകത്തുള്ള പരിണാമം അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര വിചാരിച്ചാലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മഞ്ഞൾ ആൻറ്റിബയോട്ടിക് ആണ് എന്ന് അവകാശപ്പെടുന്നവർ തീർച്ചയായിട്ടും പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളൊരു കാര്യം, എങ്ങനെയാണ് എന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് പ്രശ്നം അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ വളരെയധികം ബാധ്യസ്ഥരാണ്. അപ്പോൾ ആരെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ചാനലിൽ ഇരുന്നിട്ട് മഞ്ഞൾ വളരെ നല്ല ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു സെലക്ഷൻ പ്രഷർ ആവുകയും മൈക്രോബ്സ് എന്തുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് ഗെയിൻ ഉണ്ടാകുന്നില്ല, ഇനി അത് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ന് മഞ്ഞൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കണം. അപ്പോൾ ഇതൊരു പുതിയ അറിവാണെന്ന് നിങ്ങൾ തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കാണാനായിട്ട് ലൂസി ഫോളോ ചെയ്യുക. ബൈ.